നല്ല സമയത്ത് കല്യാണം നടക്കാതിരുന്നതേ എന്റെ കയ്യിരിപ്പുണ്ട്. ഞാനും തെറ്റെന്ന് പറയുന്നത്. പണ്ട് നീ വങ്ങായാഴ്ചയും കൊണ്ട് സിനിമയ്ക്ക് പോയപ്പോ നാട്ടുകാർ തല്ലിയ നിനക്ക് ഓർമ്മയുണ്ടാടാ? അത് നീ മറന്നു പാവം കൊച്ചാണ്. അളിയൻ എല്ലാരും കൂടിയാണ് എന്നെ അന്ന് മാനം കെടുത്തി. എന്തിനാടാ നീ കൂടുതൽ പറയുന്നത്? നമ്മള് ഈ ഇരിക്കുന്ന നിന്റെ എത്ര കല്യാണം മുടക്കണം? അതിൽ നിനക്കൊന്നുമില്ലേ? ആവശ്യമില്ലാത്ത ഇതൊക്കെ വിളിച്ച് പറയണേ. അതിനുള്ള പരിഹാരവും സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശത്രു സംഹാര പൂജ. ആ എന്നെ കുറ്റപ്പെടുത്തി എല്ലാവർക്കും കിട്ടും അതിനുള്ള ശിക്ഷ. ഓ അത് ശരി. അപ്പൊ അവമാ എനിക്ക് വിട്ട് പണിയാനുള്ള പരിപാടിയാണല്ലേ? എന്നെ കൂടെ നിർത്തിയിട്ട് എനിക്കിട്ട് തന്നെ പണി തരാനുള്ള പരിപാടി. അത് വേണ്ട. പൂജ വേണ്ട അമ്മ, പൂജ വേണ്ട. സമ്മതിക്കരുത് അമ്മ, ഇത് ഒരിക്കലും സമ്മതിക്കരുത്. നിങ്ങൾ ആരെ എതിർപ്പ് പറഞ്ഞാലും ശരി, ഞാൻ ഇതിന് പരിഹാരം കാണും. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരു പൂജ ഈ വീട്ടിൽ ചെയ്യൂലല്ലോ. കാണാം, നമുക്ക് കാണാം. അതെ, എന്റെ ജീവിതത്തെ കുറിച്ച് കുറച്ചെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതിന് സമ്മതിക്കണം. സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഈ വീടായിട്ടൊരു ബന്ധം ജനിക്കും. ഞാൻ ഉള്ളിടത്തോളം കാലം ഈ വീട്ടിലൊരു പൂജയ്ക്ക് ആരും സമ്മതിക്കരുത്. നിനക്കുള്ള പണി ഞാൻ തരണം. ഞാനും കാണിച്ചു തരാം.